പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ എവിടെങ്കിലുമൊക്കെ ഒതുങ്ങിപ്പോയെന്ന് ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നെങ്കിൽ അതിനപ്പുറത്ത് ഒരു വിടുതൽ നൽകുവാൻ യേശു കർത്താവ് മതിയായവനാണ്. നിരാശകൾ കൊണ്ടിട്ട്, ഹൃദയത്തിൽ ഒത്തിരി ഭാരങ്ങൾ കൊണ്ടുവന്നിട്ട് ദൈവിക പദ്ധതിയിലേക്ക് നമ്മെ കൊണ്ടുവന്നെത്തിക്കാൻ കഴിയാത്തവർ, തടസ്സങ്ങൾ കൊണ്ടുവരുന്ന ഒത്തിരി പല മേഖലകളുണ്ട്. അവയെല്ലാം ഇന്ന് യേശുക്രിസ്തു എന്ന നാമത്തിൽ തകർന്നു മാറും. ഒരത്ഭുത വിടുതൽ കർത്താവ് ഒരുക്കുന്നത് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമുക്ക് ആലോചന നൽകുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും, നമ്മുടെ ഹൃദയത്തിലെ ഭാരങ്ങളും വേദനകളും ഉള്ളതുപോലെ അറിയാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയത്തില്ലായിരിക്കാം. പക്ഷേ നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന യേശു കർത്താവ് സകല ഭാരങ്ങൾക്കും സകല പ്രയാസങ്ങൾക്കും വിടുതൽ നൽകുവാൻ മതിയായവനാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഇബ്രാലേഖനം 11 കാണുന്നു, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും നാം വിശ്വസിക്കേണ്ടതാകുന്നു. അങ്ങനെയെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ അത്ഭുതകരമായ വിടുതലുകൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചെയ്യും എന്നുള്ളത് ഉറപ്പോടെ വിശ്വസിക്കാം. സ്തോത്രം. ജീവിതത്തിൽ ഏത് കാര്യങ്ങൾ പരിശ്രമത്തിലൂടെ ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടും അതിലൊന്നും ഒരു വിജയം കാണാതെ പലതിലും നിരാശ മാത്രമായി ഒതുങ്ങിപ്പോയ പഴയ നിയമ പ്രവാചകനായ ഏലിയാവിനെ പോലെ താൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ട് ആ തലമുറയിൽ. പക്ഷേ തന്നെ സത്യത്തിൽ തന്നെ വേദനിപ്പിക്കുന്ന ഒരൊറ്റ സെൻറ്റൻസിനാൽ താൻ ഒതുങ്ങിപ്പോയി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ചിലപ്പോൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കഴിഞ്ഞ നാളുകളിലൊക്കെ വളരെ പ്രയോജനപ്പെട്ട വ്യക്തിത്വമായിരിക്കാം താങ്കൾ. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെലവിടുന്നതിലും പ്രവർത്തിക്കുന്നതിലും മറ്റുള്ളവരെക്കാൾ ഒരുപടി മുൻപിൽ നിന്ന് പ്രവർത്തിപ്പാൻ ഉത്സാഹമുള്ള വ്യക്തിയുമായിരിക്കുക. എന്നാൽ ചെയ്തത് നല്ലതാകിലും ആ ഉദ്ദേശങ്ങൾ നല്ലതായിട്ടും അതിൻ്റെ അനന്തരഫലമെന്നത് ചിലരുടെയൊക്കെ അഭിപ്രായങ്ങളും വാക്കുകളും അവരുടേതായ നമ്മളോടുള്ള ഇടപെടലുകളൊക്കെ പലപ്പോഴും വേദനയായി, നിരാശയായി, ഭാരമായി, ഇനിയിപ്പോൾ എന്തിനാ, ആർക്ക് വേണ്ടിയാ എന്ന് തോന്നി ആരെങ്കിലുമൊക്കെ ഒതുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവാത്മാവ് ഇടപെടുന്നത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് മറന്നു പോകരുത്. തിരുവഴുത്തിൽ ഇങ്ങനൊരു വചനമുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുകയും. അപ്പോസ്തലനായ പൗലോസിനെക്കുറിച്ചും പത്രോസിനെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായിട്ട് അവർക്ക് ദൈവം കൽപ്പിച്ച വിടുതലുകളെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തികളുണ്ട്. അതിൽ 12-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമായെന്ന് കണ്ട് അതേ പത്രോസ് എന്ന അഭിഷക്തനെ അവന് പിടിച്ച് ഹെരോദാവ് പിടിച്ച് അതേ കാരാഗ്രഹത്തിലിട്ടിരിക്കുന്ന ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. അതേ പിറ്റേ പ്രഭാതത്തിൽ തൻ്റെ മരണമാണ്, വാളുകൊണ്ട് അദ്ദേഹത്തെയും കൊല്ലും ഉറപ്പാണ്. പക്ഷേ പെസഹായായതുകൊണ്ട് അന്ന് തടവറയിൽ കാരാഗ്രഹത്തിൽ അദ്ദേഹത്തെ ആക്കിയിരിക്കുക. ആ സുരക്ഷയെക്കുറിച്ച് ഞാൻ വായിച്ച് അതിശയിച്ചു പോയി. കാരണം അദ്ദേഹത്തെ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെ 2 കൈയിലും 2 പടയാളികളുമായി ചേർത്ത് തൻ്റെ കയ്യിൽ ചങ്ങലകൾ ഇട്ടിരിക്കുകയാണ്. അതുകൂടാതെ 4 പേരുള്ള 4 സംഘങ്ങൾ, അങ്ങനെയാണ് 16ഓളം പേര് തന്നെ പുറത്തു വിടാതെ വണ്ണം അവരൊതുക്കിയിരിക്കുക, തന്നെ വലയം ചെയ്ത് നിൽക്കുക. ഇനിയോ പുറത്തേക്കുള്ള 1-ാം കാവൽ അടച്ചിട്ടുണ്ട്, 2-ാം കാവലും അടച്ച് അത് ഉറപ്പിച്ചിട്ടുണ്ട്. 3-ാമത്തെ കാര്യം, പട്ടണത്തിലേക്കുള്ള ഒരു ഇരുമ്പ് വാതിലുണ്ട്, അത് ഉറപ്പിച്ചു. ഇനി അതൊരിക്കലും തുറക്കാൻ പറ്റാത്ത വിധം പത്രോസിന് മുമ്പിൽ അടച്ചുറപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഒരു വിളിയുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളെ ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വ്യക്തികളെ കൊണ്ട് ഒരുപക്ഷെ വാക്കുകൾ കൊണ്ട് നിങ്ങളെ ഒതുക്കാൻ ദുഷ്ടനായി വന്നു നോക്കും. ചില സാഹചര്യങ്ങളിലൂടെ കടത്തിവിട്ട് നിരാശകൾ കൊണ്ടുവന്ന് അതേ കഴിഞ്ഞ നാളുകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടതൊക്കെയും അവസാനിപ്പിച്ചുകൊണ്ട് എവിടെങ്കിലുമൊക്കെ ഒതുങ്ങിക്കൂടാനും ശത്രുവായവൻ അവസരങ്ങൾ ഒരുക്കിയെന്ന് വരും. എന്നാൽ ശാരീരികമായ അസ്വസ്ഥതകൾ, അതേ മാനസികമായ പലവിധമായ അസ്വസ്ഥതകൾ, ഒത്തിരി പ്രതിസന്ധികൾ, എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ആരെല്ലാം എവിടെല്ലാം നിന്നെ ഒതുക്കാൻ നോക്കിയാലും അതിനെ തകർത്തുകൊണ്ട് ദൈവാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന നാളുകളായത്. നിന്റെ വാഗ്ദത്തങ്ങൾ ജീവിതത്തിൽ നിറവേറാൻ പോകുന്ന സമയങ്ങളായത്. ആരാ പറഞ്ഞത് നീ പുറത്തു വരികയില്ലെന്ന്? ആരാ പറഞ്ഞത് ഇവിടം കൊണ്ട് അവസാനിച്ചെന്നില്ല? പത്രോസേ, ഈ ലോകത്തിൽ എത്ര ശക്തനായവൻ, അതേ ലോകത്തിൻ്റെ ഭരണാധികാരി, അവനാൽ കഴിയുന്ന രീതിയിലെല്ലാം ചങ്ങലകൾ കൊണ്ടോ കാവലുകൾ നിർത്തിയോ ഇനി ഏതെല്ലാം പൂട്ടുകൊണ്ട് പൂട്ടിയോ ഒതുക്കിയെന്ന് പറഞ്ഞാലും നിന്റെ മേൽ തുടരുന്ന ദൈവിക വാഗ്ദത്തം നിമിത്തം നീ പുറത്തു വന്ന് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി പ്രയോജനപ്പെടുമെന്ന് ശക്തമായ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് കൈമാറുകയാണ്.
ആകയാൽ ഒന്നാമത്തെ കാര്യം, ഈ 16 പേർക്കും അതിശയവും അത്ഭുതവും തോന്നുമാറ് അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. 3 വിധമായ അത്ഭുതങ്ങളെ പ്രധാനമായിട്ട് അവിടെ കാണാം. ഒന്ന്, ഈ പടയാളികൾ ഏതാണ്ട് 16 പേരെയും പിന്നത്തേതിൽ അഥവാ പിറ്റേ ദിവസം ഹേരോദാവ് വിസ്തരിച്ചിട്ട് പത്രോസിനെ കണ്ടുകിട്ടായകയാൽ അവരെ കൊന്നുകളയത്തക്ക നിലയിൽ ഓർഡർ ഇട്ടെന്ന. അങ്ങനെയെങ്കിൽ യെശയ്യാപ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാകയാൽ ഞാൻ നിനക്ക് പകരം ചിലരെ അത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയുമെന്ന്. സ്തോത്രം. ഒരുപക്ഷെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെട്ട് കാണുമ്പോൾ ആ ശുശ്രൂഷ മേഖലകളിൽ ഉയർന്നു വരരുതെന്നും ദൈവത്തിന് വേണ്ടി ഇനിയും പ്രയോജനപ്പെടരുതെന്നും പറഞ്ഞ്, അതേ സ്തോത്രം, ഒരു കാലഘട്ടത്തിൽ ഏലിയാവിനെ വാക്കുകൊണ്ട് തകർക്കാൻ നോക്കിയതുപോലെ പല വിധത്തിൽ പല വ്യക്തികൾ പല നിലയിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഒതുക്കിയ മണ്ഡലമാണെങ്കിൽ ഇന്ന് മകൾ ദൈവാത്മാ പറയുന്നു, നീ ഒതുങ്ങിപ്പോകുന്നവനല്ല, നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. നിന്റെ മേ പകരപ്പെട്ടിരിക്കുന്ന ദൈവാത്മാവിൻ്റെ ശക്തിയാൽ നീ കുതിക്കും. ഞാൻ കേട്ടിരിക്കുന്ന ഒരു കഥയുണ്ട്. ഒരു കഴുതയെ ഒരു മനുഷ്യൻ തൻ്റെ തുണിയലക്ക് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു വന്നിരുന്നു. എന്നാൽ അദ്ദേഹം ഇങ്ങനെ ഒരിക്കൽ തുണി അലക്കാനും തുണിയൊക്കെ അതിൽ അലക്കി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോയ യാത്രയിൽ ഈ കഴുത അത് തളർന്നു വീഴുവാനിടയായി. തളർന്നു വീണ കഴുതയെക്കുറിച്ച് അദ്ദേഹം ഓർത്തു, ഇനിയിപ്പോൾ ഇത്രയും വർഷങ്ങളിൽ തന്നെ അതേ സേവിച്ചൊരു കഴുതയാണ്, ഇനി അതിന് ആരോഗ്യം പോരാ, അതുകൊണ്ട് ഞാനതിനെ എങ്ങനെയും ഒന്ന് ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു. ആ മനുഷ്യൻ അടുത്ത് കണ്ട ഒരു കുഴിയിലേക്ക് ഈ കഴുതയെ തള്ളിയിട്ടിട്ട് അതേ ഇനിയിപ്പോൾ ജീവനോട് അതിനെ കുഴിച്ചു മൂടാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അവിടെ കിടന്ന മണ്ണ് ഈ കഴുതയുടെ പുറത്തേക്ക് വാരി ഇടുവാനിടയായി. ചില മിനിറ്റുകളുടെ പരിശ്രമങ്ങൾക്ക് ശേഷം ആ കുഴി അത് മൊത്തത്തിൽ മൂടുവാനിടയായി. പക്ഷേ അത്ഭുതപരമായൊരു കാര്യം അവിടെ കണ്ടത്, ആ കുഴി മൂടിയെങ്കിലും അതിനകത്തേക്കിട്ട കഴുത അതിൻ്റെ മുകളിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. മറ്റൊന്നുമല്ല, തൻ്റെ മേലേക്ക് വീണ ഓരോ ചട്ടി മണ്ണും അതൊന്ന് കുടഞ്ഞു കളഞ്ഞപ്പോൾ അത് നേരെ താഴേക്ക് വീണു. ചുരുക്കം പറഞ്ഞാൽ കുഴി മൂടി ആ കഴുതയെ അവിടം കൊണ്ട് മൂടാൻ കഴിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അത് നേരത്തെ പറഞ്ഞതുപോലെ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നിങ്ങൾ ഒതുക്കാനോ തകർക്കാനോ ദുഷ്ടനായവൻ ആരെ കരുവാക്കിയാലും ആരെ ഒരുപക്ഷെ കരങ്ങളിലെടുത്താലും നീ ദൈവസനയിൽ പ്രയോജനപ്പെടുവാൻ അഭിഷേകത്താൽ ഒന്ന് ചലിക്കാൻ തയ്യാറായാൽ നീ പുറത്തു വരുമെന്ന് പരിശുദ്ധാത്മ വ്യക്തമായി ഇടപെടുകയാണ്. അതുകൊണ്ട് നിരാശ വേണ്ട, ഭാരം വേണ്ട. കഴിഞ്ഞ നാളുകളിൽ ഒറ്റപ്പെടലോ തിരസ്കരണമോ അവഗണനയോ എന്തുമാകട്ടെ അതൊന്നും നമ്മെ തളർത്തുകയില്ല. ഉറപ്പാക്കാൻ കർത്താവിൻ്റെ ശക്തി എൻ്റെ മേലുണ്ട്. ആ ദൈവിക അഭിഷേകത്താലാണ് ഞാനായിരിക്കുന്നത്. എന്നോടുള്ള വാക്തത്വങ്ങളുണ്ട്, എൻ്റെ മേൽ ദൈവിക നിയോഗങ്ങളുണ്ട്. സ്തോത്രം. ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാം. ദൈവം കണ്ടിട്ടുള്ള ഒരു അഭിഷക്തനായിരിക്കാം ദൈവത്തിൻ്റെ ദാസനെ. പ്രിയ ദൈവവൈതലെ, മറ്റാർക്കും ചെന്നെത്താൻ കഴിയാത്തിടങ്ങളിൽ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടാൻ ദൈവം കണ്ടിരിക്കുന്ന വ്യക്തിത്വമായിരിക്കാം. എന്നാൽ ആ ദൈവിക പദ്ധതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ വണ്ണം തടസ്സങ്ങൾ പലതും ദുഷ്ടം കൊണ്ടുവന്നിടുന്നെങ്കിൽ അവയുടെ മേൽ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് പുറത്തു വരാൻ ദൈവാത്മാ വ്യക്തമായി ആലോചന പറയുകയാണ്. നോക്കിയേ, ആ 16 തന്നെ സംരക്ഷിക്കാൻ നിർത്തിയ 16 പേർക്കും അത്ഭുതമുണ്ടാകമാറ് ആ പത്രോസിനെ ദൂതനെ ദൈവം അയച്ച് അവിടുന്ന് പുറത്തു കൊണ്ടുവരാനിടയായിത്തീർന്നു. പിന്നത്തെ രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തോട് ദൈവം പറയുക, പുതപ്പും പുതച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. ദൂതൻ പറയുക. അങ്ങനെ ദൂതൻ്റെ വാക്ക് കേട്ട് പുറകെ ചെല്ലുന്ന പത്രോസിൻ്റെ ജീവിതത്തിലെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ചിന്തിക്കുക, ഇതൊക്കെ ഒരു ദർശനം കാണുകയാണ്. അദ്ദേഹത്തിന് തന്നെ ഒരു അത്ഭുതകരമായൊരു വിടുതൽ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് പോലും വിശ്വസിപ്പാൻ കഴിയാത്ത വിധത്തിൽ അല്ലെങ്കിൽ നമുക്ക് പോലും ആശ്ചര്യം വരത്തക്ക നിലയിൽ ദൈവിക വിടുതൽ ദൈവം ചെയ്യുന്നത് വിശ്വാസത്താൽ ഇന്ന് പകലൊന്ന് കാണാൻ നമുക്ക് കഴിയട്ടെ. മൂന്നാമത്തെ കാര്യം, ഒരു സഭ അർദ്ധരാത്രിയിലും പത്രോസിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ മുട്ടിപ്പായ ദൈവസനെ പ്രാർത്ഥനയോടിരിക്കുമ്പോൾ ആ പ്രാർത്ഥന നടക്കുന്ന മാളിക മുറിയിൽ ഈ അപ്പോസ്തലനായ പത്രോസ് ചെല്ലാനിടയായി. തന്നെ വിടുവിച്ച ദൈവത്തെക്കുറിച്ചുള്ള സാക്ഷ്യം പറയത്തക്ക നിലയിൽ അവിടെ ചെന്ന് കതകിന് മുട്ടുമ്പോൾ ആ വാക്ക് കേട്ട രോധ എന്ന പെൺകുട്ടി വന്ന് ആ ശബ്ദം തിരിച്ചറിയുന്നു. ചുരുക്കം പറഞ്ഞാൽ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സഭക്കാർക്ക് പോലും ആശ്ചര്യവും അത്ഭുതവും തോന്നുമാറാണ് ദൈവം അയച്ച വിടുതൽ. സ്തോത്രം. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒതുക്കപ്പെടാനുള്ളവനല്ല, നീ പുറത്തു വന്നേ മതിയാകത്തുള്ളൂ. ഏലിയാവിനെ സംബന്ധിച്ച് ഈ 450, 400, 850ഓളം പ്രവാചകന്മാരെ കൊന്നതുപോലെ നിന്നെയും അതുപോലെ ആക്കുമെന്ന് ഇസബേൽ ഒരാളെ അയച്ച് തന്നോടൊരു കാര്യം പറയുമ്പോൾ ഏലിയാവിനെ സംബന്ധിച്ച ജീവരക്ഷയ്ക്കായിട്ട് ഭയപ്പെട്ടു പോയെന്ന പ്രതിസന്ധികളോ
ഒരു വാക്കിൻ്റെ ഭീഷണിയോ കേട്ട് ഭയപ്പെടാനുള്ളതല്ല. സത്യത്തിൽ ഏലിയാവ് അവിടെ ചെയ്യേണ്ടിയിരുന്നത് താൻ ചെയ്യേണ്ടിയിരുന്ന കാര്യം ഇതാണ്. അത് ഇന്നലെ ദൈവാത്മാവോടെ ചെയ്തതുപോലെ ഇന്നും ദൈവാത്മാവ് ചെയ്യട്ടെ എന്ന് ഒരൊറ്റ വാക്ക് അവിടെ പറഞ്ഞാൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടാണ്. നമ്മളും ആരുടെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒതുങ്ങിപ്പോകേണ്ട വ്യക്തിത്വമല്ല. ഈ തലമുറയിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കേണ്ടതാ. വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവുമായിട്ട് അഭേദ്യമായ ബന്ധത്തിൽ ഇന്ന് കർത്താവ് എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ തലങ്ങളിൽ പ്രയോജനപ്പെടുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് നിരാശപ്പെടരുത്, ഒതുങ്ങിപ്പോകരുത്, പുറത്തു വരികയും ദൈവപ്രവൃത്തി കാണാനിടയാകുകയും ചെയ്യും. 1-ാം കാവൽ തുറന്നു, 2-ാം കാവൽ തുറന്നു. 3-ാമത്തെ കാര്യം, പട്ടണത്തിലേക്കുള്ള ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്നു. ഇന്ന് വിശ്വാസത്തോടെ കൽപ്പിക്കട്ടെ, ഒരിക്കലും തുറക്കുകയില്ല, ഇനി വെളിച്ചം കാണത്തില്ല, പുറത്തു വരികയില്ല എന്ന്. ശത്രുവായവൻ എവിടെല്ലാം അടച്ചുറപ്പിച്ചോ അതിനപ്പുറത്തേക്ക് നിനക്കൊരു വിശാലമായ തലങ്ങൾ. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഓടുവാൻ, അധ്വാനിപ്പാൻ, പ്രവർത്തിപ്പാൻ, എന്തിനധികം പട്ടണത്തിൻ്റെയും അതേ രാജ്യങ്ങളുടെയും കോണ്ടിനെൻറ്റുകൾ സ്വത്രം നിനക്ക് മുമ്പിൽ തുറക്കുവാൻ യേശു കർത്താവിന് കഴിയും. വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധമാണ് ഇതിനെല്ലാം പ്രേരകമായത്. അതുകൊണ്ട് വിശ്വാസത്തോടെ കർത്താവിൽ ആശ്രയിക്കാം. യേശു കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, കേൾപ്പിച്ച അനുഗ്രഹീത ദൈവവചനത്തിനായി, ആഴമേറിയ ദൈവിക ദൂതുകൾക്കായി സ്തോത്രം. വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ അത് കഴിഞ്ഞകാല ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നിന്ന വ്യക്തിത്വങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഒതുക്കപ്പെട്ടെങ്കിൽ, ഇന്ന് ഈ വചനം കേട്ട ആരെങ്കിലുമൊക്കെ നിരാശയിൽ, ഭാരത്തിൽ, ഇനി ഒന്നുമേ ചെയ്യുന്നില്ല, ഇങ്ങനെ മതി എന്ന് പറഞ്ഞ് എവിടെങ്കിലുമൊക്കെ അടയ്ക്കപ്പെട്ടതുപോലെ ഒതുക്കപ്പെട്ടെങ്കിൽ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവർ പുറത്തു വരാൻ കൽപ്പിക്കുകയാണ്. അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഹൃദയങ്ങളോട് ദൈവാത്മാവ് ഇടപെടണമേ. ആ ദുഷ്ട മണ്ഡലങ്ങളെ ജയിപ്പാനുള്ള ആത്മശക്തി പരിശുദ്ധാത്മാവിൽ നിന്ന് ജനത്തിന്മേൽ കൈമാറിയാട്ടെ. അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്തിരിക്കുകയായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ ഹൃദയപൂർവ്വം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം ഇവരിലൂടെ മഹത്വപ്പെടണം. പ്രാർത്ഥന കൈക്കൊള്ളനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ തുല്യ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അത്ഭുതകരമായൊരു വിടുതൽ വിശ്വാസത്തോടെ ഇന്ന് മുതൽ ഏറ്റെടുക്കാം. കർത്താവിൻ്റെ നാമത്തിലൂടെ പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.